ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് രണ്ട് സിനിമ കണ്ടു. അതിലാദ്യത്തേത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് ഡയറക്ടർ. അപ്പോൾ പുള്ളിയുടെ നേരത്തെ പടങ്ങൾ പോലെ, അതായത് കനകം കാമിനി, കലഹം, പിന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അതുപോലെയൊക്കെ ഒരു ടിപ്പിക്കൽ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ പടമാണ്. പടത്തിൻ്റെ പേര് പോലെ തന്നെ എല്ലാം ദുരൂഹ സാഹചര്യങ്ങളിലായിട്ട് നടക്കുന്ന ഓരോ കാരണങ്ങളാണ് പടത്തിൻ്റെ സ്റ്റോറി ലൈൻ. അപ്പോൾ ബാക്കി പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ പടം ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ആയിട്ടുണ്ട്, തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് കുഞ്ചാക്കോ ബോബൻ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. കാരണം പുള്ളി ഇപ്പോൾ ഒരു ഫിനോമിനൽ, അതായത് വേറൊരു ലീഗ് നോക്കി അഭിനയിച്ചു പോകുന്ന പോലെ ആക്ടറാണ്. പഴയ റൊമാൻറ്റിക് സ്റ്റാർ ആറ്റിറ്റ്യൂഡൊക്കെ പോയി ഇപ്പോൾ വേറെ രീതിയിലാണ് പുള്ളിയുടെ പെർഫോമൻസ്. അജാതി പെർഫോമൻസ് ആണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. അപ്പോൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, കാണാം. അപ്പോൾ പിന്നെ രണ്ടാമത്തെ പടം എന്ന് പറയുന്നത് മിസ്റ്റർ എക്സ്. അത് ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസായിട്ടുണ്ട്. അപ്പോൾ ലീഡിൽ വരുന്നത് ആര്യ, മഞ്ജു വാര്യർ, പിന്നെ അനഘ പ്രകാശ്. ഇതിൻ്റെ ഡയറക്ടർ മനു ആനന്ദാണ്. പടത്തിൻ്റെ ബേസ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ നടത്തുന്ന ഒരു സ്റ്റോറി ലൈനാണ് പടം. ഇന്ത്യക്കെതിരെ വാറിന് ശ്രമിക്കുന്ന ഓപ്പോസിറ്റ് ടീംസിൻ്റെ ഒരു സ്റ്റോറി ലൈനാണ് പടം. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് മഞ്ജു വാര്യർ, എൻ്റെ പൊന്നോ, ഈ ഒരു ഏജിൽ എന്നാ ഫിസിക്കൽ ഫിറ്റ്നസ്സാണ്, അമ്മാതിരി ഫ്ലെക്സിബിലിറ്റിയാണ് ഫൈറ്റിലൊക്കെ. അതായത് റീസെൻ്റ്ലി അവർക്ക് തമിഴിൽ കിട്ടിയിരിക്കണതൊക്കെ നൈസ് റോൾസാണ്. അതായത് അസുരൻ, പിന്നെ തുനിവിന് നല്ല സ്റ്റൈലിഷ് ക്യാരക്ടറായിരുന്നു. പിന്നെ റീസെൻ്റ്ലി വരുവാണെന്നുണ്ടെങ്കിൽ വേട്ടയെ മാത്രമേ കുറച്ച് ഷോ ആയിട്ട് പോയിട്ടുള്ളൂ. ഇപ്പോൾ ഇത് മിസ്റ്റർ എക്സ് കൊല്ലൊക്കെ റോളാണ് കേട്ടോ. ഫൈറ്റൊക്കെ എന്താണ്, അതേപോലെ തന്നെ കഥയിൽ വേണ്ടപ്പെട്ട രീതിയിൽ നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതും ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ റീസെൻ്റ്ലി OTT റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ കാണാമെന്നുള്ളവർക്ക് പോയി കാണാം. ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പടമാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ കാണുക, എന്നിട്ട് കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ വീഡിയോയിൽ കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എൻ്റെ സമയം അനുസരിച്ച്, ഞാൻ പടം കാണുന്നതനുസരിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. We are about to start a world war.